ഓഷ്യൻ പാർക്കിലോട്ട് പോകാമെന്നും പറഞ്ഞിറങ്ങിയതാണ്. മെട്രോ ഗ്രീൻ ലൈനാണ് അങ്ങോട്ടേക്ക് പോകാനുള്ളത്. മെട്രോയ്ക്കകത്തേക്ക് കയറി എന്നത്തെയും പോലെ തന്നെ ഇവിടെ എല്ലാവരും ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോലെ ഒരു ഭംഗി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. വൃത്തി കാര്യങ്ങൾ നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ ഇവിടെ എല്ലാം. എങ്ങോട്ട് നോക്കിയാലും നമുക്ക് കുറച്ച് നേരം അവിടെ നോക്കി നിൽക്കാൻ തോന്നും. അത്രയ്ക്കൊരു ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ. ഹോങ്കോങ്ങിൽ എന്താണെന്ന് അറിയത്തില്ല, എല്ലാം നല്ല ക്ലീനായിട്ടാണ് വെച്ചേക്കുന്നത്. ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചിട്ടുള്ളതുകൊണ്ടായിരിക്കും ആ ഒരു നീറ്റും ക്ലീനും ഒക്കെ അത്രയ്ക്കൊരു അത് കണ്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു പൊടി പോലും ഇല്ല, എല്ലാം നല്ല ക്ലീനായിട്ട് കണ്ണ് നല്ല കുളിർമ നൽകുന്ന എല്ലാ കാഴ്ചകളും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. എങ്ങോട്ടേക്ക് പോയാലും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഇവിടെ ഓഷ്യൻ പാർക്ക് എത്തി. നമുക്കെന്തെങ്കിലും അകത്തോട്ടൊന്ന് കയറി നോക്കാം. ഇവിടെ എല്ലാവരും തിരിച്ചു പോവുകയാണെന്ന് തോന്നുന്നു. സമയം കഴിഞ്ഞ് ഞാൻ വരാൻ കുറച്ച് ലേറ്റായിപ്പോയി. സമയം കഴിഞ്ഞെന്ന് തോന്നുന്നു. അകത്തേക്ക് കയറ്റി വിടുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ കുത്തിരുന്ന് ഫോണിലേക്ക് കളിക്കുവാണ്. എന്തായാലും അകത്തേക്ക് പോയി നോക്കാം. അകത്തേക്ക് കയറ്റി വിടുമെന്ന് അറിയത്തില്ല. ആഹാ, എന്നെ വെൽക്കം ചെയ്താൽ കയറ്റി വിട്ട് എന്ത് പറ്റിയാന്തോ. അകത്ത് ഇവിടെ എല്ലാം നല്ല ഭംഗിയുള്ള കൊച്ചുങ്ങൾക്ക് കളിക്കാൻ പറ്റിയ ഐറ്റംസാണ് തോന്നുന്നത്. എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് എന്തായാലും കയറി നോക്കാം. പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ, നിങ്ങൾക്ക് കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നില്ലേ. ഫോണിലായതുകൊണ്ടാണ് ഒരു ഇത്, ക്യാമറയിലൊന്നും അല്ല ഷൂട്ട് ചെയ്യുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്നൊരു മൊബൈൽ ഫോണുണ്ട്, അതിൻ്റെ അകത്താണ് എല്ലാം ചെയ്യുന്നത്. ഇതിവിടുത്തെ പണ്ടത്തെ എന്തോ ബെൽറ്റാ ഷൂവാ എന്താണെന്ന് എനിക്ക് അറിയാൻ വേണ്ട. കണ്ണാടി കൂടിൻ്റെ അകത്തിട്ട് വെച്ചേക്കുന്നു. വാച്ചിൻ്റെ സ്ട്രാപ്പൊക്കെ ഉണ്ട്. എന്താണെന്ന് വലിയ പിടുത്തമൊന്നുമില്ല. ഇവിടെ അങ്ങനെ ഈ ഒരു ഇതിൻ്റെ അകത്ത് ഇത് മാത്രമേ ഉള്ളൂ. എന്താണെന്ന് അറിയത്തില്ല. അതിൽ നിന്ന് ഇറങ്ങി എന്തായാലും പുറത്തോട്ടേക്ക് നടക്കാം. ഇവിടെ മുതലിനെ കാണുന്നുണ്ടാ. മുതൽ ഉണ്ടാകുന്നറിയത്തില്ല. അതുകൊണ്ട് അവിടെ ഒരെണ്ണം കിടക്കുന്നത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിയാൻ വയ്യ. വെളിയിൽ മുതലയുടെ പടവ് കൊടുത്തേക്കുന്നു. ജീവനുണ്ട്, അതാ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് എന്തോല്ലേ. അല്ലാതെ ഞാൻ ഇവിടെ എല്ലാം തപ്പിയിട്ട് ഒരെണ്ണത്തെ പോലും കണ്ടില്ല. അവിടെ ഒരെണ്ണം കിടക്കുന്നതായിട്ട് കണ്ട്. അത് ഒറിജിനലാണോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയത്തില്ല കേട്ടാ. കണ്ടിട്ട് ഒറിജിനൽ തോന്നില്ല. അകത്തോട്ട് കയറണമെങ്കിൽ പൈസ കൊടുക്കണം കേട്ടാ. അപ്പോൾ ഞാൻ വിചാരിച്ച് പുറത്തുനിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ നല്ല അതിൻ്റെ അകത്ത് പിന്നെ കളിക്കാനൊക്കെ സംഭവങ്ങളൊക്കെ കാണുമായിരിക്കും. എന്താണ് കൂടുതലായിട്ടുള്ളതെന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മുടെ നാട്ടിലേക്ക് പോലെ എന്തെങ്കിലും കാണുമായിരിക്കും. എക്സിബിഷനൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും അകത്തേക്ക് കയറുന്നില്ല. പുറത്ത് നിന്ന് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് പോവാം. രണ്ടൊരു ഉമ്മയൊക്കെ വെച്ചിരുന്നല്ല, നല്ല ഹാപ്പി മൂഡിൽ വരുവാണ്. അപ്പോൾ അകത്തുന്നതിനനുസരിച്ചുള്ള എന്തെങ്കിലുമൊക്കെ കാണും. അതെ, എക്സിറ്റ്. നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാം, പുറത്തോട്ട് പോവാം. അതായിരിക്കും നല്ലത്. അകത്ത് പൈസ കൊടുത്ത് കയറാനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വെളിയിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. അതായത് ഇതുപോലെ അങ്ങ് നടന്ന് പോവാം. അതായിരിക്കും നല്ലത്. പക്ഷെ ഒരു കാര്യം പറയാൻ വയ്യ, ഇവിടെ എന്തായാലും സ്ഥലം സൂപ്പറാണ്. ഇവിടെ വരുന്നവർക്ക് ഓക്കെ ആയിരിക്കും. അത്രയ്ക്ക് നല്ല സ്ഥലമാണ്. പിന്നെ എനിക്കിതുവരെ ആരും സബ്സ്ക്രൈബർമാരൊക്കെ വളരെ കുറവാണ്. വീഡിയോ കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യാറൊന്നുമില്ല. ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഷെയറും ബെല്ലൈക്കണോട് അമർത്തിയേക്കണേ. വളരെ കുറവാണ്, കാണുന്നവരൊക്കെ വളരെ കുറവാണ്. ഒരുപാട് പേര് കാണുന്നുണ്ട്, വീഡിയോസൊക്കെ കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാറൊന്നുമില്ല. എല്ലാവരും കണ്ടിട്ട് അത് വഴി ഇങ്ങ് പോകുമെന്ന് തോന്നുന്നു. എന്തായാലും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഞാൻ കാണുന്ന, എൻ്റെ കണ്ണിൽ കൂടെ കാണുന്ന എല്ലാ ഭംഗിയുള്ള കാഴ്ചകളും ഞാൻ എൻ്റെ ഫോണിലോട്ട് പകർത്താറുണ്ട്. അതെല്ലാം ഞാൻ യൂട്യൂബിലോട്ട് ഇടാറുണ്ട് കേട്ടോ. ഇനി എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങി മെട്രോ അതിൽ കയറി തിരിച്ച് റിട്ടേൺ പോവാം. അതായിരിക്കും അവിടെ എക്സിറ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ റൂമിലോട്ട്. ഇവിടെ അകത്തോട്ട് കയറാൻ പറ്റിയില്ല. അവിടെ പൈസ അടയ്ക്കണം, അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് കയറിയില്ല. സാമ്പത്തികം വളരെ ബുദ്ധിമുട്ടിലാണ്, അതുകൊണ്ട് അങ്ങോട്ട് കയറിയില്ല. നേരെ മെട്രോയിൽ കയറി റൂമിലോട്ട് പോകാം. അതായിരിക്കും നല്ലത്. ഇവിടെ പ്രത്യേകിച്ച് ഇങ്ങനെ കാണാതെ മെട്രോ ഓഷ്യൻ പാർക്കിൽ ഇവിടുന്ന് നേരെ എസ്കലേറ്റർ വഴി മുകളിലോട്ട് കയറണം. അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോകും. ഇന്നത്തെ യാത്ര ഇവിടെ വെച്ച് നിർത്താം. ഇനി നാളെ ഇതുപോലെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകും. നാടോടിനെ പോലെ ഇങ്ങനെ നടക്കാം. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ നടക്കാൻ.